വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് കോടതിയുടെയും പോലീസിന്റെയും നിയമങ്ങളും ചട്ടങ്ങളും യൂത്ത് കോൺഗ്രസിനെ ബാധകമല്ല. നാട്ടിൽ നിയമം നടപ്പിലാക്കേണ്ടുന്ന സർക്കാരിനെ നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് ഇന്നലെ കാഞ്ഞങ്ങാട് നഗ്നമായ നിയമലംഘനം നടത്തി. പാതയോരത്തും പൊതുസ്ഥലങ്ങളിലും പൊതുയോഗങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലിരിക്കുകയും ഈ ഉത്തരവിനെതിരെ പരസ്യമായി പ്രതികരിച്ചതിന് CPM നേതാവ് MV ജയരാജനെതിരെ കോടതി ലക്ഷ്യ കേസ് രൂപപ്പെട്ടു വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെയും നിയമലംഘനം. കോട്ടച്ചേരി ടൗണിൽ പൊതുയോഗങ്ങൾ നടത്തുന്നതിന് കോടതി വിലക്ക് നിലവിലുണ്ട്. വ്യാപാരികളാണ് കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചത്. നോർത്ത് കോട്ടച്ചേരിയിലും ഹോസ്ദുർഗ് മാന്തോപ്പ് മൈതാനിയിലുമാണ് പൊതുയോഗങ്ങൾ നടത്താൻ പോലീസ് അനുമതി നൽകാറുള്ളത്. സ്വാശ്രയ കോളേജ് പ്രവേശനത്തിൽ DYFIയുടെ ഇരട്ടത്താപ്പിനെതിരെ ഇന്നലെ ധർണ സംഘടിപ്പിക്കുന്നതിന് ഹോസ്ദുർ പോലീസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് ഹോസ്ദുർ മാന്തോപ്പ് മൈതാനമാണ് അനുവദിച്ചത്. എന്നാൽ മാന്തോപ്പ് മൈതാനിയിൽ ധർണ നടത്താതെ കോട്ടച്ചേരി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന് മുമ്പിൽ റോഡിനോട് ചേർന്നാണ് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ഇവിടെ പൊതുയോഗങ്ങളും ധർണകളും സംഘടിപ്പിക്കുന്നതിന് പോലീസിന്റെയും കോടതിയുടെയും വിലക്ക് നിലവിലുണ്ട്. റോഡരികിൽ പന്തൽ കെട്ടിയാണ് ധർണാ സമരം നടത്തിയത്. ഇതിനു മുമ്പ് LDF സർക്കാരിന്റെ ഭരണകാലത്ത് CPM, DYFI തുടങ്ങിയ സംഘടനകൾക്ക് പോലും കോടതി വിലക്കിന്റെ പേരിൽ കോട്ടച്ചേരി ടൗണിൽ പലപ്പോഴും പൊതുയോഗങ്ങൾ നടത്തുന്നതിന് പോലീസ് അനുമതി നൽകിയിരുന്നില്ല. പല പരിപാടികൾക്കും പന്തലുയർത്തിയെങ്കിലും അത് പോലീസ് തന്നെ അഴിച്ചുമാറ്റിയ സംഭവം പോലും നടന്നതാണ്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ചട്ടങ്ങളും നിയമങ്ങളും ധിക്കരിച്ചുകൊണ്ടാണ് കോട്ടച്ചേരി ടൗണിൽ ധർണ നടത്തിയതെന്ന് വ്യക്തമാണ്. അതിനിടെ പോലീസ് അനുമതിയില്ലാതെ കോട്ടച്ചേരി ടൗണിൽ പൊതുയോഗം നടത്തിയതിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, KSU ജില്ലാ പ്രസിഡന്റ് ജോമോൻ ജോസഫ്, യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ഹരീഷ് P. നായർ തുടങ്ങി കണ്ടാൽ അറിയാവുന്ന 100ഓളം പേർക്കെതിരെ ഹോസ്ദുർ പോലീസ് കേസെടുത്തിട്ടുണ്ട്.